അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കേരള നിയമസഭയിൽ ജനഗണനയ്ക്ക് പകരം വന്ദേ മാതരം അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? ഷൂ നക്കിയ ഒരുവനെ അധികാരത്തിലേറ്റിയപ്പോൾ കേരളത്തിലെ മൗദൂദികൾക്കും ലീഗുകാർക്കും സന്തോഷമായില്ലേ? കേരള നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് വന്ദേ മാതരം ആലപിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം ആലപിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ ഈ കേരളത്തിനകത്തെ കുത്തിത്തിരിപ്പൻ മൗദൂദികൾക്കും അതിന് കുടപിടിച്ചിട്ട് പാട്ടുപാടുന്ന ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് കിടന്നു മൊയ്കാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാനും വേണ്ടിയിട്ട് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതായത് VD സവർക്കർ എന്ന ഷൂ നക്കിയ മേനോൻ മുഖ്യമന്ത്രി, ഇവർക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ കൊച്ചു കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നിയമസഭക്കകത്ത് വന്ദേ മാതരം ആലപിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് ഇന്നത്തെ ഷൂ നക്കിയ VD സവർക്കർ എന്ന മേനോൻ മുഖ്യമന്ത്രിക്ക് കേരളത്തിനകത്തെ മൗദൂദികൾക്കും കുത്തിത്തിരിപ്പൻ മൗദൂദികൾക്കും അതിനെ ചൂട്ടുപിടിച്ച് നടക്കുന്ന ലീഗ് എന്ന മുക്കൂട്ട് കമ്പനിക്കും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഷൂ നക്കിയ VD സവർക്കർ എന്ന മേനോൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ളത്? മന്ത്രിസഭ സത്യപ്രതിജ്ഞക്കകത്ത് വന്ദേ മാതരം ആലപിച്ചപ്പോൾ ഇവർക്ക് ന്യായീകരിക്കാനും വേണ്ടിയിട്ട് ഷൂ നക്കിയ VD സവർക്കർ എന്ന മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം. ആദ്യത്തെ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ വന്ദേ മാതരം മുഴുവൻ ആലപിക്കുന്നത്. നിയമസഭയിൽ വന്ദേ മാതരം അവതരിപ്പിക്കുന്നത് തീരുമാനിക്കാൻ പൂർണ്ണ അവകാശം നിയമസഭക്കകത്തുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത UDF മുന്നണിക്ക് എന്താണ് നിങ്ങൾ പറയാനുള്ളത്? ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്, കേരളം ഇത്തവണ ഭരിക്കുന്നത് RSSും BJPയുമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഇത് മനസ്സിലാക്കാതെ മാറ്റത്തിനൊരു വോട്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് കുത്തി കൊടുത്ത ഒരുപാട് ആളുകൾ നിങ്ങൾ ചിന്തിച്ചോ? ഈ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ മൗദൂദിക്കും ഇത് പറഞ്ഞാൽ കിയാമന്നാൾ വരെ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല. നല്ലവരായ ജനങ്ങൾ, വോട്ടർമാർ, ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു വോട്ട് ചെയ്തു കൊടുത്ത ജനങ്ങൾ മനസ്സിലാക്കുന്നത്, അതായത് ഈ ഷൂ നക്കിയ VD സവർക്കർ എന്ന മേനോൻ മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് ഒരാഴ്ചത്തോളം ഈ കേരളത്തിനകത്ത് പ്രതിഷേധ പ്രകടനങ്ങളും അദ്ദേഹത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ സവർക്കർക്കും വേണ്ടിയിട്ട് ഈ RSSന്റെ ഷൂ നക്കിയ മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് കോലാഹലങ്ങൾ സൃഷ്ടിച്ച ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുക? നാളെ ഈ കേരളത്തിനകത്ത്, അതായത്
പശ്ചിമ ബംഗാളിൽ RSS ഭരിക്കുമ്പോൾ അവിടെ മദ്രസകളിൽ വന്ദേ മാതരം ചെല്ലണമെന്ന് ബംഗാളിൽ പറഞ്ഞിട്ട് മദ്രസകളിൽ വന്ദേ മാതരം നിർബന്ധമാക്കിയിരിക്കുകയാണ് സുവേന്ദു അധികാരി ഇവിടെ സർക്കാർ. ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ ഭരിക്കുന്ന ലീഗ് മുന്നണിയായി ഭരിക്കുന്ന UDF മുന്നണി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇന്നത്തെ RSSഉം BJPയും ഭരിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങളെ ഒത്താശയോടെ ഈ കേരളത്തിനകത്തെ മദ്രസകളിൽ വന്ദേ മാതരം ചെല്ലില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ മൗനം പാലിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളത്തിലെ ഈ നിയമസഭക്കകത്ത് ചരിത്രത്തിലാദ്യമായിട്ട് വന്ദേ മാതരം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ഒത്താശയോടെ ഈ കേരളത്തിൻ്റെ മണ്ണിലെ മദ്രസകളിൽ വന്ദേ മാതരം ചെല്ലില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ലീഗും ഈ മുക്കൂട്ട് മുന്നണിയായ ഈ കുത്തിത്തിരിപ്പൻ മൗദൂദി വീങ്ങിയ ലീഗുകാരാ നിങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറിയിട്ട് ഒരു മാറ്റത്തിനൊരു വോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ വന്ദേ മാതരം നിയമസഭയിൽ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മദ്രസകളിൽ ഈ കേരളത്തിനകത്തെ മദ്രസകളിൽ വന്ദേ മാതരം ബംഗാളിൽ മോഡൽ ഈ വന്ദേ മാതരം ഇവിടെ ചെല്ലില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ നിയമസഭക്കകത്ത് നിന്നിട്ട് ഈ മുന്നണിക്കകത്ത് നിന്നിട്ട് നിങ്ങൾ അതിനെ വ്യക്തമാക്കണം, നിങ്ങൾ എന്താണ് നിങ്ങളെ നിലപാടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ.